ഒരു വ്യാഴവട്ടം പിന്നിട്ടിട്ടും കരുത്തനായ രക്തസാക്ഷിയായി ടി.പി. ഇന്നും ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഓർമ്മയായി നിൽക്കുന്നു. ടി.പി. ചന്ദ്രശേഖരൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 12 വർഷം. ജീവിച്ചിരുന്ന ടി.പി.യേക്കാൾ കരുത്തനാണ് രക്തസാക്ഷിയായ ടി.പി. എന്ന വാചകത്തിന്റെ ശക്തി വടകരയുടെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും നിയമയുദ്ധത്തിന്റെ വഴികളിലുമെല്ലാം 12 വർഷത്തിനു ശേഷവും കെടാതെ നിൽക്കുന്നു. വിചാരണ കോടതി വെറുതെ വിട്ട 2 CPI നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിച്ചതോടെയാണ് ടി.പി. കേസ് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും അത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ചർച്ചയായതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കനലനയാത്തതുമായ ഒരു രാഷ്ട്രീയ കൊലപാതകവും വേറെയില്ല. തന്റെ പാർട്ടിയായ CPIM-ൽ പ്രത്യയശാസ്ത്ര വ്യതിചലനങ്ങൾ നടക്കുന്നു എന്ന് പരസ്യമായി വിമർശിച്ച് 2009-ൽ ചന്ദ്രശേഖരൻ CPIM വിട്ടിറങ്ങുന്നു. തുടർന്ന് കോഴിക്കോട് വടകര താലൂക്കിൽ ഒഞ്ചിയം പഞ്ചായത്തിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി RMP എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകി. സംഘടനയുടെ ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷ ഏകോപന സമിതി സംസ്ഥാന കൺവീനറുമായിരുന്നു ടി.പി. ക്രമേണ CPIM-ന്റെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ പോരടിക്കുന്നവരുടെ പ്രതിഷേധത്തിന്റെ മുഖമായി ടി.പി.യും RMP എന്ന പാർട്ടിയും. CPIM-ന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒഞ്ചിയം പഞ്ചായത്ത് CPM-ൽ നിന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്തത് ടി.പി. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു. 2012 മെയ് 4-ന് രാത്രി 10 മണിക്ക് ടി.പി. ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് കാറിൽ പിന്തുടർന്നെത്തിയ സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന് സംശയിക്കുന്നതായി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയും അന്നേ ആരോപിച്ചിരുന്നു. എന്നാൽ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ CPIM-ന് പങ്കില്ലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വനും വ്യക്തമാക്കി. പിന്നീടിങ്ങോട്ടുള്ള കാലമത്രയും ചന്ദ്രശേഖരന്റെ വധം കേരള രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗങ്ങളിൽ വ്യാപകമായ ചർച്ചാ വിഷയമാവുകയായിരുന്നു. ടി.പി.യുടെ കൊലപാതകത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ചോ യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചോ ഇന്നും സത്യം അവ്യക്തമാണ്. കൊലപാതകത്തെ പറ്റി അറിയാൻ അന്ന് VS അച്യുതാനന്ദൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിനും തടയിടുകയാണ് ഉണ്ടായത്. പിന്നീട് ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഉടുമ്പൻചോലയിൽ MM മണി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ്. ഇത് കുറച്ചൊന്നുമല്ല കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചത്. അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചായിരുന്നു MM മണി അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനെ കുടുക്കാനായി തന്റെ വിശ്വസ്തനായ MM മണിയെ പിണറായി വിജയൻ രംഗത്തിറക്കുകയാണ് അന്നുണ്ടായത്. പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാത്രമല്ല ഇത്തരം നെറികേടുകൾ കാണിച്ചിട്ടുള്ളതെന്നും അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും നെറികേടുകൾക്ക് ഒട്ടും കുറവില്ലായിരുന്നു എന്ന് കാണിക്കാനായിരുന്നു MM മണിയുടെയും പിണറായി വിജയന്റെയും ശ്രമം. ഇത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു, വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. എന്നിട്ടും ടി.പി. വധക്കേസ് ഇന്നും മറനീക്കി പുറത്തു വന്നിട്ടില്ല. വടകരയുടെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലുമെല്ലാം ഇത് നിർണായക ഘടകമായി. ടി.പി. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ RMP രൂപവൽക്കരിച്ചതിനു ശേഷം നടന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലും CPM വടകര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടില്ല. വടകര നിയമസഭാ മണ്ഡലം ടി.പി. ഇഫക്റ്റിനിടയിലും ഇടതുപക്ഷം നിലനിർത്തിയെങ്കിലും 2021-ലെ KK രമയുടെ UDF പിന്തുണയോടെയുള്ള മത്സരം ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന് വടകര നഷ്ടപ്പെടുത്തി. RMP രൂപവൽക്കരിച്ച ശേഷം ഒഞ്ചിയം പഞ്ചായത്തിൽ CPM അധികാരത്തിലെത്തിയിട്ടില്ല. ഏറാമലയും അഴിയൂരും ഭരിക്കുന്ന UDF RMP സഖ്യം തെരഞ്ഞെടുപ്പിലെ ടി.പി. ഇഫക്റ്റ് ഇതാണെങ്കിലും രാഷ്ട്രീയത്തിൽ RMPയെ ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. 2017-ലാണ് പഞ്ചാബിൽ ദേശീയ പാർട്ടി പ്രഖ്യാപനം നടന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പ്രതിരോധം തീർക്കേണ്ടി വന്ന സംഭവം ടി.പി. വധം പോലെ മറ്റൊന്ന് ഉണ്ടായിട്ടില്ല.